നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8051 മൈക്രോ കൺട്രോളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ഏകദേശം 8 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ 4 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു പ്രോഗ്രാം ടൈമർ 1 ഇൻ മോഡ് 1. ഇത് നമ്മൾ LED ഇൻ്റർഫേസിങ്ങിൽ നമ്മൾ ടൈമർ ചെയ്ത പോലെ തന്നെയാണ്. അതിൽ ഡിലേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ക്രിയേറ്റ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. അതിന്ന് സ്റ്റെപ്പാക്കി എഴുതി വെച്ചെന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ടീം മോഡ് രജിസ്റ്റർ വിത്ത് പ്രോപ്പർ വേർഡായിട്ട് ടീം മോഡിലോട്ട് ടീം മോഡ് എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് ഒരു ബൈനറി ബിറ്റ് പ്രോപ്പർ വേർഡ് നമ്മൾ എന്ത് ചെയ്യുക, ഫീഡ് ചെയ്യുക. അതേപോലെ ഇനീഷ്യൽ കൗണ്ട് TH1 TL0 ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ട് നമ്മൾ ഫീഡ് ചെയ്യണം. അത് കണ്ടെത്തേണ്ട രൂപം നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നു. റഫ് നമ്മളെ ഫെയർ റെക്കോർഡ് എടുത്തിട്ട് നോക്കിയാൽ മതി. അഥവാ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 എന്നൊക്കെ വെച്ചിട്ട് നമ്മളൊരു 56,000 സംതിങ് വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കുറച്ചിട്ടുള്ള വാല്യൂ അതിൽ ഫീഡ് ചെയ്യലായിരുന്നു. എനിവേ നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ടൈമറിനെ റൺ ചെയ്യിക്കുക. ഈ ഫീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ടൈമറിനെ റൺ ചെയ്യിക്കുക. പിന്നെ നമ്മൾ ടീകോണിലുള്ള ഓവർഫ്ലോ ഫ്ലാഗ് അഥവാ TF1 എന്ന് പറഞ്ഞ ഓവർഫ്ലോ ഫ്ലാഗ് മോണിറ്റർ ചെയ്യുക. അത് റൺ ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളത്, ടൈമർ റൺ ചെയ്ത് കഴിഞ്ഞോ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ സ്റ്റോപ്പ് ടൈമർ ബൈ ക്ലിയറിങ് TR1 ആൻഡ് TF1. ഇതെന്തിനാണ് ചെയ്യണത്, നെക്സ്റ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ട്, നെക്സ്റ്റ് പ്രോഗ്രാം നെക്സ്റ്റ് ടൈമർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ TF1 ഓവർഫ്ലോ ഫ്ലാഗും അതിനോടൊപ്പം ക്ലിയർ ചെയ്യുക. ഇത് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ദി ഫോളോയിങ് ടേംസ്. ഇത് സീരിയൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട വേർഡുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഇതാണ്. അസിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ബൗണ്ട് റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഡാറ്റ ട്രാൻസ്ഫറിങ്, ഡാറ്റ ഫ്രെയിമിങ് ആൻഡ് സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അസിൻക്രണസും സിൻക്രണസ് ഡാറ്റ ഫ്രെയിമിങ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അസിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇത്ര മാത്രം എഴുതിയാൽ മതി. ഡാറ്റ ട്രാൻസ്ഫർ എ സിംഗിൾ ബൈറ്റ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു സിംഗിൾ ബൈറ്റ് ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് അസിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബൗണ്ട് റേറ്റ് ആണ്. ബൗണ്ട് റേറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ മൈക്രോ കൺട്രോളർ ആൻഡ് PC. ബൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ചെയ്താൽ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ, ഈ വേർഡ് അതിൽ കണ്ടാൽ മതി. ബിറ്റ്വീൻ മൈക്രോ കൺട്രോളർ റേറ്റ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ബിറ്റ് പെർ സെക്കൻഡ്, BPS എന്ന് പറയും, ബിറ്റ് പെർ സെക്കൻഡ്. നെക്സ്റ്റ് ഡാറ്റ ഫ്രെയിമിംഗ് ആണ് ചോദിച്ചിരുന്നത്. ഡാറ്റ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ പ്ലേസിംഗ് ഡാറ്റ ബിറ്റ്വീൻ ദി സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് സ്റ്റോപ്പ് ബിറ്റ് ഇൻ എ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു ബൈറ്റ് അഥവാ 8 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിലും ഒരു ബിറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ തൊട്ട് പിറകിലും ഒരു ബിറ്റ് ഉണ്ടാവും. ഈ 8 മുന്നിലും പിന്നിലും ആയിട്ടൊരു ബിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയും മുന്നിലുള്ളത്, സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ളത്. സ്റ്റാർട്ട് ബിറ്റിൻ്റെയും സ്റ്റോപ്പ് ബിറ്റിൻ്റെയും ഇടയിൽ വെക്കുന്ന ഈ ഡാറ്റനെ പറഞ്ഞ പേരാണ് ഡാറ്റ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ ബ്ലോക്ക് ഓഫ് ട്രാൻസ്ഫർ ബ്ലോക്ക് ഓഫ് ഡാറ്റ. ഒരു ഒന്നിലധികം ഡാറ്റകളെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈമിൽ ഒരു സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞ പേരാണ് സിൻക്രണസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് 5 വോൾട്ട് സോളിഡ് സ്റ്റേറ്റ് റിലേ, 12 വോൾട്ട് ലാമ്പ് കൺട്രോൾ പവർ സർക്യൂട്ട് മേക്ക് എ ലാമ്പ് ബ്ലിങ്കിങ് 8051 മൈക്രോമീറ്റർ. അത് 12 വോൾട്ടിൻ്റെ ലാമ്പാണ്. 5 വോൾട്ട് സോളിഡ് സ്റ്റേറ്റ് റിലേ വെച്ചിട്ട് ഇൻസ്റ്റോൾ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫിഗർ. മൈക്രോ കൺട്രോളിൻ്റെ പിൻ ഡയഗ്രം വരച്ച് വെക്കുക, ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ട് ചെയ്യുക, അതേപോലെ റീസെറ്റ് സ്വിച്ച് കണക്ട് ചെയ്യുക. ഒരു റിലേ ഈ മോഡലിൽ വരക്കണം എന്നില്ല, ഇനി മോഡലിൽ നമ്മൾ ലാബിൽ വരച്ച മോഡലിൽ വരച്ചാൽ മതി. അത് വരക്കുക. ഇതൊരു കോണ്ടാക്ടറാണ്. R0 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ അല്ല, അത് കോണ്ടാക്ടറാണ്. റിലേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ക്യാച്ച് ചെയ്യും, അഥവാ കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ലാമ്പ് ഓൺ ആവും. 12 വോൾട്ട് ഇവിടെ നമ്മൾ കണക്ഷൻ നടത്തുക. ഓക്കെ, താങ്ക്സ്.